വാഗ മൂക്കോല ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി പ്രാഥമിക പരിശോധന നടത്തി. എളവള്ളി പഞ്ചായത്തിന്റെ കിഴക്കേ അതിരിലൂടെ ഒഴുകുന്ന വാഗപ്പുഴയ്ക്ക് കുറുകെയായി നിർമ്മിച്ചിട്ടുള്ള മൂക്കോല ചിറയ്ക്കാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി രൂപീകരിക്കുന്നത്. നിലവിൽ വേനൽക്കാലത്ത് വാഴാനി ഡാമിൽ നിന്നു വരുന്ന വെള്ളം ലഭ്യമാകുന്നതുവരെ താൽക്കാലിക പലകകൾ ഉപയോഗിച്ച് തടയണ വഴി വെള്ളം തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ചിമ്മിനി ഡാമിൽ നിന്നും കൃഷിക്കായി തുറന്നുവിടുന്ന വെള്ളം ചിറയ്ക്കൽ ലിഫ്റ്റ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുകയുമാണ് പതിവ്. എന്നാൽ മൂക്കോല മുതൽ പെരുമൺചിറ വരെ 7 കിലോമീറ്റർ ദൂരം പുഴയിൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള പദ്ധതിയാണ് മൂക്കോല ലിഫ്റ്റ് പദ്ധതി വഴി വിഭാവനം ചെയ്യുന്നത്. ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ലിഫ്റ്റ് പദ്ധതി തയ്യാറാക്കുന്നത്. 25 മീറ്റർ വീതിയുള്ള ചിറയിൽ FRP ഷട്ടറുകൾ സ്ഥാപിക്കുന്നതും പരിഗണനയിലുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നത് വഴി എളവള്ളി, തോളൂർ, കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ 20 പാടശേഖരങ്ങൾക്ക് ഗുണം ലഭ്യമാകും. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലനിധി കോൺക്ലേവിന്റെ ഭാഗമായി തയ്യാറാക്കിയ സമഗ്ര ജലസംരക്ഷണ പദ്ധതിയുടെ പ്രധാന ഘടകമാണ് മൂക്കോല ചിറ തടയണയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും. മൂക്കോല ചിറ മുതൽ പെരുമൺചിറ വരെ പുഴയിൽ സംരക്ഷിക്കുന്ന ജലമാണ് ആവശ്യാനുസരണം മണച്ചാലിൽ നിർമ്മിക്കുന്ന 64 ഏക്കർ കൃത്രിമ തടാകത്തിലേക്ക് പമ്പ് ചെയ്യുന്നതിനെ ഉദ്ദേശിക്കുന്നത്. നഗര സഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയാണ് എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പദ്ധതികൾക്കായി ചെലവിടുന്നത്. മൂക്കോല ചിറ ലിഫ്റ്റ് പദ്ധതിയുടെ പ്രാഥമിക പരിശോധന ചെറുകിട ജലസേചന വകുപ്പ് ചാവക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ നെവിൻ സന്തോഷ്, ഓവർസിയർമാരായ ജെ ജനനി, വിദ്യാമണി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി. പാടശേഖര സമിതി ഭാരവാഹികളായ പി ശിവശങ്കരൻ, പി മോഹനൻ, KP സണ്ണി എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായി എളവള്ളി സമഗ്ര ജലസംരക്ഷണ പദ്ധതി നടപ്പിലാക്കി കാർഷിക ഗ്രാമമായി എളവള്ളിയെ നിലനിർത്തുന്നതിനുള്ള പദ്ധതികളാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു.